തരുണേട്ടാ, എന്താ ഇത്? എന്ത്? ഒന്ന് സ്വസ്ഥമായിട്ട് ഷോപ്പിങ്ങിന് വരാൻ പോലും ഇവര് സമ്മതിക്കില്ലേ? ഇനി പോകുന്നിടത്തൊക്കെ വാല് പോലെ ഇവരും കാണും. എനിക്കിത് മടുത്തു. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഏയ്, അവിടെ നിൽക്കേ, ഞാൻ ദാ വരുന്നു. You may all leave now. मुझे अब एस्कॉर्ट की कोई जरूरत नहीं है। सब ये ऊपर से ऑर्डर है सब। यस, ये ऊपर से ऑर्डर है, मेरा ऑर्डर। जी साहब। चलो। हैप्पी? वाह। साहब, डीसीपी तरुणैयर और उसकी बीवी अकेले हैं। पुलिस एस्कॉर्ट जा चुके हैं। क्या करूं? हमला कर दें? जी साहब। അവിടെ നോക്ക്. ഇത് നോക്കിയേ. ഇങ്ങനെ എല്ലാ മാസവും ഒന്ന് കുഞ്ഞുടുപ്പും കളിപ്പാട്ടമൊക്കെ വാങ്ങുന്നത് എന്തിനാ? ഇപ്പൊ തന്നെ എത്രമാത്രം കളിപ്പാട്ടങ്ങളാ വീട്ടില്. ഇതൊക്കെയല്ലേ തരുണേട്ടാ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്. കുറെ കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് പറയാലോ, നിനക്ക് എന്റെ വയറ്റില് 2 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയതാണിത്. ഓ, ഇത് നിനക്ക് 5 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയതാണ്. ഇത് നിനക്ക് 8 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയ ഉടുപ്പ്. എന്താ ചിരിക്കണ? അല്ല, ഏതൊരു സിനിമയിലെ കല്യാണത്തിന് പിറ്റേന്ന് പെട്ടിയും തുറന്നു വെച്ച് ഉർവശി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു പോയി. ഇത് ഞാൻ ആദ്യം തേച്ച ബ്രഷ്, ഇത് ഞാൻ ആദ്യം മാവിലെറിഞ്ഞ കല്ലെന്നൊക്കെ പറഞ്ഞതേ. കഷ്ടമുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തലയ്ക്ക് വട്ടൊന്നുമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? ഇതെങ്ങനെയുണ്ട്? തന്നെ നോക്കട്ടെ. നിനക്ക് എന്തെങ്കിലും കഴിക്കണോ? മോളില് ഫുഡ് മാളുണ്ട്. ഏയ്, ഒന്നും വേണ്ട. സാധാരണ ഈ ഗർഭകാലത്ത് പെണ്ണുങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളോട് ഭയങ്കര ആർത്തിയാണെന്നാ കേട്ടുള്ള. പച്ചമാങ്ങയോ മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും. ഓ, നിനക്ക് ഭക്ഷണം എന്ന് കേട്ടാലേ അലർജി ആണല്ലോ. അതൊക്കെ സിനിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവാ. സിനിമയിലൊക്കെ നായകൻ നായിക ഗർഭിണിയാണെന്ന് അറിഞ്ഞാ എടുത്ത് വട്ടം കറക്കാറുണ്ട്. വയറ്റില് ചെവി ചേർത്ത് വെച്ച് കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഈ ഷേയില്ലേ, അതാണ് സാധാരണ മനുഷ്യരുടെ ജീവിതം. ബാക്കിയൊക്കെ കഥയ്ക്കും സിനിമയ്ക്കും വേണ്ടി ഓരോരുത്തരെ തുന്നി പിടിപ്പിക്കുന്നത്. ഹോം സയൻസിലാണ് ഡിഗ്രിയെങ്കിലും സോഷ്യൽ സൈക്കോളജിയാണ് ഇഷ്ട വിഷയം അല്ലേ? ശരി, ഇത് വേണോ വേണ്ടയോ? വേണ്ട. ഇതേ ആൺകുട്ടികൾക്കുള്ളതാ. തരുണേട്ടിന് പെൺകുട്ടികളെയല്ലേ ഇഷ്ടം, ഒരു കുഞ്ഞു പെണ്ണ്. അതുകൊണ്ട് ഇത്തവണ വാങ്ങുമ്പോ കുഞ്ഞു പെൺകുട്ടികൾക്കുള്ള എന്തേലും വാങ്ങിക്കാം, പോരെ? ശരി. നമുക്ക് പോയാലോ? ഇത്രയും തിരക്കായോ? ഇവിടെ ഇത്രയും മതി. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പോരാ. എന്താ തരുണേട്ടാ? ഏയ്, ഒന്നുമില്ല. നമുക്കേ എന്താ ഇവിടെ നിന്ന് കയറാം. എവിടെ പോവാ? എന്താ തരുണേട്ടാ? കുറച്ച് സമയത്തേക്ക് ഞാൻ ഈ കടയിൽ നിന്ന് ഷട്ടർ ഇടാൻ പോവാ. ഇവളിവിടെ കാണും. തരുണേട്ടാ എന്താ? വെയിറ്റ്.
രാധികേ അറിയോ? ഇല്ല. എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ആദ്യം കണ്ടത് ഡൽഹിയിലേക്കുള്ള ട്രെയിനാ. അവരിൽ നിന്ന് എത്രയും അകലേക്ക് പോകണമെന്നുള്ളതായിരുന്നു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല ശ്രേയ. എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം, എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം. കോടതി വിധി എന്തായാലും വിക്രം പുറത്തു വരുമ്പോ കുഞ്ഞുമായി ഞാനുണ്ടാവണം. വേദേ, നിന്റെ അച്ഛൻ ജില്ലാ ജഡ്ജിയായിരുന്നിട്ടും കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹോദരനാണ് ശ്രേയ. നമ്മൾ എന്ത് ചെയ്താലും അയാളത് ചെയ്തിരിക്കും. എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. തീരം ദൂരം കഥയോ
ഫീൽഡ് ഓഫീസറിലൊന്നും അത്ര പെട്ടെന്ന് കയറി പറ്റാൻ എളുപ്പമല്ല. ഞാൻ വല്ല കോൾ സെന്ററിൽ നോക്കിയാലോ? നീ ധൈര്യമായിട്ടിരിക്കെ. നാളത്തെ വിധി ഒരുപക്ഷെ നിനക്ക് അനുകൂലമാണെങ്കിലോ? ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഇന്ന് സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചു. വിക്രം സുധാകരന് ജീവപര്യന്തം തടവ്. ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുള്ള ഈ ജന്തർ മന്ദറിലാണ് ഞങ്ങൾ. ഇവിടെ തൊട്ടപ്പുറത്ത് കേരള ഹൗസും ഉണ്ട്. സോ വി ആർ ഡെഡിക്കേറ്റിംഗ് ദിസ് പെർഫോമൻസ് ടു ഡൽഹി. ഓക്കെ അല്ലേ? ഏതോ മലയാളി വ്ലോഗറാണെന്ന് തോന്നുന്നു. എന്തിനാ മാഷേ ഇത്? എനിക്ക് വേണമെന്നില്ലായിരുന്നു. നിനക്ക് വേണമെന്നുണ്ടാവില്ല. പക്ഷേ കിടക്കുന്നതിന് മുമ്പ് ഈ മരുന്നൊക്കെ കഴിപ്പിക്കണത് എൻ്റെ ചുമതലയല്ലേ. അപ്പോൾ ഇത്തിരി ചുക്ക് കാപ്പി ആയിക്കോട്ടെ എന്ന് കരുതി. പുറത്തെല്ലാം മഴയല്ലേ. ദാ ആ ജനലങ്ങ് അടച്ചേക്കട്ടെ, തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എല്ലാം അടച്ചു പൂട്ടിക്കിടക്കുമ്പോ ഇനി ഒരിക്കലും ആരെയും കാണാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാവും. ഒരിക്കൽ മാഷ് രാത്രി നമ്മുടെ വീടിന്റെ ജനലിൽ വന്ന് നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മോനും വേദയും സ്വപ്നത്തിലെങ്കിലും അവിടെ വന്ന് നിന്നോട്ടെ. അതടക്കണ്ട. കമല, സ്വപ്നത്തിൽ മാത്രമല്ല കമല, ഒരിക്കൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടുമുറ്റത്ത് വരും. ഉറപ്പ്. അപ്പോഴേക്കും ഞാനുണ്ടായിരിക്കും. പക്ഷേ ജീവൻ അവസാനിക്കാൻ പോകുന്ന കാലത്ത് എല്ലാവർക്കും ദൈവം ഓരോ നിമിത്തം കാണിക്കും. ഞാനും അങ്ങനെ ചിലത് ഇപ്പൊ കണ്ടു തുടങ്ങി മാഷേ.
എന്തൊക്കെയാ കമല നീ പറയുന്നത്? എന്ത് നിമിത്തം കണ്ടുന്നാ? ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് മനസ്സ് കലക്കാൻ നിൽക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നമ്മുടെ മകനെ കുറിച്ചും വേദിയെ കുറിച്ച് ആലോചിക്കുന്നത് ആവശ്യമില്ലാത്തതാണോ മാഷെ? അവർ നമ്മുടെ മുന്നിൽ നിന്ന് പോയിട്ട് ഏതാണ്ട് 1 വർഷത്തോളായില്ലേ? അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? നമുക്കോ നമ്മുടെ മക്കൾക്കോ ഗുണമുള്ളത് എന്തെങ്കിലും ഉണ്ടായോ? നമ്മൾ പരിശ്രമിക്കുന്നില്ലേ കമല? അത്രയല്ലേ നമുക്ക് പറ്റൂ. അവനെ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തിറക്കിയിരിക്കും. എന്നെ ആശ്വസിപ്പിക്കാനാണോ മാഷത് പറയണത്? 3 ആൺമക്കൾ ഉണ്ടായിട്ടും മാഷിന്റെ ജീവിതത്തില് എന്ത് സമാധാനം ഉണ്ടായിട്ടുള്ളത്? ആകെ സ്വന്തം ഒന്ന് പറയാനുണ്ടായിരുന്നത് ആ വീടായിരുന്നു. അതുപോലും കൈവിട്ടു പോയില്ലേ? അതിലെനിക്ക് തെല്ലും വിഷമമില്ല കമല. അതിലും വലുതാണ് നമ്മുടെ മകൻ റിലീസ് ചെയ്യിക്കുക എന്നുള്ളത്. വിശുദ്ധനോടും വിനായകനോടും അവരവരുടെ കാര്യം നോക്കി മാറിക്കൊള്ളാൻ പറഞ്ഞത് വയസ്സാം കാലത്ത് നമ്മൾ അവർക്കൊരു ബാധ്യതയായെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാ. എനിക്കിനിയും പ്രതീക്ഷ കൈവിട്ട് പോയിട്ടില്ല കമല. ശങ്കരനാരായണ സാറ് ജോലി രാജിവെച്ച് വിക്രമിന് വേണ്ടി കേസ് ബാധിക്കാൻ തീരുമാനിച്ചില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? നീ നോക്കിയോ, എല്ലാം ശരിയാവും. അധികം വൈകാതെ വിക്രം പുറത്തിറങ്ങും. ഒരിക്കൽ പെട്ടുപോയ ചതിക്കുഴിയിൽ നിന്ന് ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാൻ പറ്റാതെ പോയ ഒരു പാവമാണ് നമ്മുടെ മകൻ. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. മനസ്സിലായപ്പോ അവനെയും അവൻ്റെ ഭാര്യയും സ്നേഹിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നതുമില്ല. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ദൈവം നിശ്ചയം എന്തായാലും അവനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. അവൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ അവനെ സ്വീകരിക്കാൻ വേദയും ഉണ്ടാവും. അത് സംഭവിക്കണം കമല. അതിന് നീ ഇങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞ് മനസ്സുകൊണ്ട് ഓടി ഒളിക്കുകയല്ല വേണ്ടത്. മനസ്സുറപ്പിച്ച് നിർത്തണം. തെറ്റായ തോന്നലുകൾ ഉള്ളിലുണ്ടാവുമ്പോൾ സ്വയം പറയണം, നമ്മുടെ മകൻ പുറത്തിറങ്ങുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന്. അത് കാണാതെ പോയ പരലോകത്തും നമുക്ക് ശാന്തി ഉണ്ടാവില്ല കമല. കഴിക്ക് കഴിക്ക്. ഇനി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൂടുതൽ ആലോചിച്ച് മനസ്സ് തളർത്തണ്ട. നാളെ ആശുപത്രിയിലേക്ക് പോകാനുള്ളതല്ലേ, കിടന്നോളൂ. മാഷ എങ്ങോട്ടാ? ട്യൂഷൻ കുട്ടികളുടെ ടെസ്റ്റ് പേപ്പറുകൾ നോക്കണം. നീ ഉറങ്ങിക്കോ. മാഷേ, എനിക്കെന്തെങ്കിലും സംഭവിച്ച മാഷ് വിശ്വത്തിന്റെ കൂടെ പോയി താമസിക്കണം. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ശ്രീജ മാഷിനോട് മുഖം കറുപ്പിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ള വാശി പാടില്ല കേട്ടോ. പിന്നെ എന്റെ ചിതയ്ക്ക് വിക്രമിനെ കൊണ്ട് തീ കൊളുത്തിപ്പിക്കണം. അതിനുവേണ്ടി മോർച്ചറിക്കുള്ളിൽ ഐസിനകത്ത് എത്ര നാൾ കാത്തു കിടന്നാലും ശരി, അവൻ തന്നെ വേണം അത് ചെയ്യാൻ. കമല,
ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കണം. വേദിയും കൂടെ വന്നിട്ട് അവളെയും കൂട്ടി വേണം അതൊഴുക്ക്. മതി കമല, മതി. ഇനിയും കേട് നിൽക്കാൻ വയ്യ. മതി. പറദർശൻ, എന്താണ്? ഇന്ന് രാവിലെ റീൽസ് നോക്കിയിരുന്നപ്പോൾ ഞാനൊരു കാര്യം കണ്ടു. എന്താ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ വീഡിയോയെ ഡൽഹിയിൽ വെച്ചെടുത്താ. ഞാനത് അയച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാളിരിപ്പുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന അതേ ആൾ, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായ അതേ ആള്. വേദ